ഇന്ന് ജനുവരി 22. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ പഠനത്തിനായി ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുസരണം എന്നാൽ എന്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. കൂടാതെ അനുസരണത്തിൻ്റെ അനുഗ്രഹം എന്താണ് എന്നും നമ്മെ ഈ അധ്യായം പഠിപ്പിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക, ദൈവം പറയുന്ന ചില കാര്യങ്ങളൊക്കെ അനുസരിക്കുക എന്നല്ല. വിശ്വാസത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ദൈവം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം അബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്കിനെ ദാനമായി നൽകി. ഇപ്പോൾ ഇസഹാക്ക് ഒരു 18, 19, 17, 18, 19 വയസ്സൊക്കെ ആയി കാണും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്നതായിരിക്കുന്ന മോറിയാമലയിലേക്ക് നീ കൊണ്ടുപോയി അവിടെ അവനെ യാഗമായി അർപ്പിക്കണം എന്ന് പറഞ്ഞു. വളരെ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്കറിയാം, വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം തന്നതായിരിക്കുന്നൊരു മകനാണ്. ഈ വർഷങ്ങളിലെല്ലാം മകനെ വളർത്തി ഒരു നല്ല ആരോഗ്യമുള്ള ടീനേജറായി. ഈ സമയത്താണ് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ ഈ മകനെ നീ കൊണ്ടുവന്ന് യാഗം കഴിക്കണം എന്നുള്ളത്. എത്ര പ്രയാസമുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയാണ് ദൈവം കൊടുത്തത്. മകനെ യാഗം കഴിക്കുവാൻ ആവശ്യമായ മാനസിക ശക്തിയും ബലവും സംഭരിക്കേണ്ടത് ആവശ്യമായി വന്നു. അത്ര എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമല്ലല്ലോ ഏകമകനെ, സ്നേഹിക്കുന്ന മകനെ, വാഗ്ദത്ത പുത്രനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുക എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നു ദൈവം അബ്രഹാമിനോടത് പറഞ്ഞു. എങ്കിലും അബ്രഹാം ശക്തി സംഭരിച്ചു. രാത്രിയിലാണ് ദൈവം അവനോട് പറഞ്ഞതെന്ന് പറയാം വിചാരിക്കുന്നു. നേരം വെളുത്ത ഉടനെ തന്നെ അബ്രഹാം ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് യാഗത്തിനാവശ്യമായി വിറകും കത്തിയുമൊക്കെ ആയിട്ട് മോറിയാമലയിലേക്ക് തൻ്റെ ദാസന്മാരെയും കൂട്ടി താനെ യാത്രയായി. എത്ര വലിയ ഒരു മാനസിക സംഘർഷമാണ് അബ്രഹാമിനുണ്ടായിരുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. താനെ പോയ വഴിയിലൊക്കെ ചിന്തിക്കുന്നത്, ആ മകനെ വിറകടുക്കി യാഗപീഠത്തിന്മേൽ കിടത്തി കയറുകൊണ്ട് കെട്ടി തൻ്റെ കയ്യിൽ കത്തിയെടുത്ത് ആ മകനെ ഒറ്റ വെട്ടിന് കൊന്നിട്ട് അവനെ കഷ്ണങ്ങളാക്കി അവനെ യാഗം കഴിക്കുമെന്നുള്ളതാണ്. ഒരു പിതാവിന് എങ്ങനെ തൻ്റെ മകനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും? ഒരുപാട് മാനസികമായിരിക്കുന്ന സംഘർഷം ആ ചിന്തകളുടെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്ന സ്വഭാവക്കാരനാണ് അബ്രഹാം എന്നുള്ളതുകൊണ്ട് അതനുസരിക്കുക തന്നെ ചെയ്യും. അനുസരിക്കുവാനായിട്ട് അവർ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, നാം യാഗം കഴിക്കാനാണല്ലോ പോകുന്നത്. ഉവ്വ്. അങ്ങനെയെങ്കിൽ വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗമൃഗം എവിടെ? അബ്രഹാം അതിന് കൊടുത്തതായിരിക്കുന്ന മറുപടി, ദൈവം തനിക്ക് ഒരു കുഞ്ഞാടിനെ കരുതിക്കൊള്ളും എന്നാണ്. അപ്പോൾ അവിടെ ചെന്നാൽ ദൈവം യാഗത്തിനൊരു ആടിനെ ദൈവം നൽകും എന്നുള്ളതായിരിക്കുന്ന വിശ്വാസത്തിൽ ഇസഹാക്ക് അബ്രഹാമിൻ്റെ കൂടെ പോയി. അവർ ദൈവം കാണിപ്പാനിരിക്കുന്നതായിരിക്കുന്ന മോറിയാമലയിലെത്തി. അവിടെ ചെന്നപ്പോൾ അബ്രഹാം ഇസഹാക്കിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് വേണം, മകനെ, നിന്നെ യാഗം കഴിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ സഹകരിക്കണം എന്ന് പറഞ്ഞു കാണും. അപ്പനും മകനും കൂടെ വിറകടുക്കി കാണും. കല്ലുകൾ വിറക്കി യാഗപീഠം പണിതു. അതിന് മുകളിൽ പുറകിൽ വിറകടുക്കി. മകൻ പറഞ്ഞു കാണും, അപ്പാ, ഒന്നും ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്ന യാഗപീഠത്തിന്മേൽ വിറകിൻ്റെ മീതെ ഇസഹാക്ക് കയറി കിടന്നു. അവനെ കയറുകൊണ്ട് കെട്ടി മുറുക്കി. അബ്രഹാം കത്തിയെടുത്തു. താനെ വളരെ ബലം സംഭരിച്ച് ഒരുപക്ഷേ ഒരു വാക്ക് പ്രാർത്ഥിച്ച്, ദൈവമേ, ഇതെനിക്ക് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ നിൻ്റെ കൽപ്പനയെ അനുസരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു തന്ന മകനാണ്, നിനക്കിവനെ അനുഗ്രഹിക്കാം. അവനിലൂടെ സാധിക്കുമെന്ന് നീ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റുവാൻ നിനക്ക് കഴിയും. മകനില്ലാതെ നിനക്കത് കഴിയുമെന്നൊരു പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അബ്രഹാം താനെ കത്തിയെടുത്തു. ഇസ്ഹാക്കിനെ വെട്ടുവാനായിട്ട് താനെ തൻ്റെ കരങ്ങൾ ഉയർത്തി. ഒരു നിമിഷം ഒരുപക്ഷേ വീണ്ടും ഒന്ന് ധ്യാനിച്ച് കാണും, ഇതിനുള്ള ശക്തിയും കൃപയും എനിക്ക് തരണമെന്ന് പറഞ്ഞു കാണും. ഏതായാലും അബ്രഹാം ആ കത്തി ആഞ്ഞ് വീശി. തൻ്റെ മകൻ്റെ കഴുത്തിന് ഒരു 1/2 സെൻറ്റിമീറ്റർ എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ അടുത്തെത്തപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്നു, സ്റ്റോപ്പ്, മകൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാമേ, നീ മകൻ്റെ മേൽ കൈവയ്ക്കരുത്. എത്ര മാനസികമായി സംഘർഷമുള്ളൊരു സന്ദർഭമാണത്.
മകനെ വെട്ടുവാനായിട്ട് കൊല്ലുവാനായിട്ട് അബ്രഹാം തീരുമാനിച്ചത് തന്നെ വലിയ മാനസിക സംഘർഷത്തോടുകൂടി എടുത്ത ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം തൻ്റെ മനസ്സിനെ ഒരുക്കിയ ശേഷം താൻ ആ കത്തി ഉയർത്തി വെട്ടുവാനായിട്ട് തുടങ്ങി. തൻ്റെ മകൻ്റെ കഴുത്തിനോട് കത്തി അടുത്തപ്പോൾ പറയുന്നു, അരുത്, മകൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന്. ആ സമയത്ത് ആ കത്തി അങ്ങനെ ആ ഒറ്റ സ്പോട്ടിൽ തന്നെ അങ്ങനെ അവിടെ നിന്നു. ഒരു സെൻറ്റിമീറ്റർ താഴോട്ട് പോയാൽ മകൻ മരിക്കുമില്ല. ദൈവം യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കുക, അരുതെന്ന് പറഞ്ഞാൽ അരുത്. അതായിരുന്നു അബ്രഹാമിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുസരണത്തിലാണ് ശരിയായ അനുസരണം എന്ന് പറയുന്നത്. നാമൊക്കെ ദൈവത്തെ അനുസരിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് നന്മയാണ് എന്ന് ബോധ്യമായാൽ നാം അനുസരിക്കും, തിന്മയാണെന്ന് ബോധ്യമായാൽ നാം അനുസരിക്കുകയില്ല. എന്ന് മാത്രമല്ല, അബ്രഹാമിന് ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാഗം കഴിക്കാതിരിക്കാനാണ് ന്യായം കൂടുതൽ. ദൈവത്തിൻ്റെ വാഗ്ദത്ത പുത്രനാണ്, ഈ മകനിൽ ലോകത്തിലെ സകലജാതിലും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ മക്കളെ ഇതിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ മണൽ പോലെയും ആക്കാം, കടൽക്കരയിലെ മണൽ പോലെയും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ മകനെ വെട്ടിക്കൊന്ന് യാഗം കഴിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഈ വാഗ്ദത്തമൊക്കെ നിറവേറ്റുന്നത്? അതുകൊണ്ട് ഒരിക്കലും ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രത്യക്ഷമായ ദൈവമല്ല, സാത്താനായിരിക്കും. ഒരിക്കലും ദൈവം അങ്ങനെ പറയുകയില്ല. എന്നൊക്കെ വേണമെങ്കിൽ അബ്രഹാമിന് പറയാമായിരുന്നു, പക്ഷേ അതൊന്നും അവൻ പറഞ്ഞില്ല. അവനറിയാം ദൈവമാണ് പറഞ്ഞത്. ദൈവം യാഗം കഴിക്കണമെന്ന് പറഞ്ഞാൽ യാഗം കഴിക്കും. അതുപോലെ അരുത് എന്ന് ദൈവം പറഞ്ഞാൽ പിന്നെ അരുത്. അബ്രഹാമും ഇസ്ഹാക്കും അത് ഞാൻ വിചാരിക്കുന്നു അവിടെ നിന്ന് ഇസ്ഹാക്കിൻ്റെ കെട്ടെല്ലാം അഴിച്ച് അവർ രണ്ടുപേരും യാഗശാലയിൽ നിന്ന് ഇസ്ഹാക്ക് പുറത്ത് വന്നു. അപ്പനും മകനും കൂടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയപ്പോൾ, തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ തൻ്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നു. അപ്പനും മകനും കൂടെ പോയി ഞാൻ വിചാരിക്കുന്നു അതിനെ പിടിച്ചു കൊണ്ടുവന്നു, അതിനെ യാഗം കഴിച്ചു. അതെ, ദൈവം തനിക്ക് ഒരു യാഗമൃഗത്തെ, ഒരു ആടിനെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്! ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, സാധാരണ പറയാറുണ്ട്, രോഗി ഇച്ഛിച്ചതും വൈദ്യർ കുടിച്ചതും പാലാണ്, അതുകൊണ്ട് സന്തോഷമായി കുടിക്കും. പക്ഷേ രോഗി ഇച്ഛിച്ചത് പാലും വൈദ്യർ കുടിച്ച കഷായമാണെങ്കിൽ രോഗി സന്തോഷത്തോടെ കുടിക്കുമോ എന്നുള്ളതാണ് വിഷയം. അബ്രഹാം ദൈവത്തിൻ്റെ ആ കൽപ്പന തനിക്ക് മാനസികമായി ഇഷ്ടമായതുകൊണ്ടല്ല. തൻ്റെ മകനെ കൊല്ലണമെന്ന് പറയുന്ന കൽപ്പന ആർക്കാണ് മാനസികമായി സന്തോഷം തരുന്നത്? പക്ഷേ ദൈവം പറഞ്ഞതാണ്, അതുകൊണ്ട് അതനുസരിച്ച് മതിയാവൂ എന്ന നിലയിലാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് എന്തായാലും ശരി, അതെത്ര പ്രയാസവും വൈഷമ്യമുള്ളതാണെന്ന് തോന്നിയാലും ശരി, നാം അത് സന്തോഷത്തോടെ അനുസരിക്കണം. അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ അനുസരണം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാതെ ദൈവം പറയുന്നതിനെ അക്ഷരം പ്രതി ചെയ്യുന്നതാണ്. അങ്ങനെ അനുസരണമുള്ള മക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലും അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.